കുട്ടികളിൽ യാതന അനുഭവിക്കുന്നവരോട് സഹാനുഭൂതിയും കാരുണ്യവും വളർത്തുന്നതിന് വേണ്ടി പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. നെടുങ്കണ്ടം കോപ്പറേറ്റീവ് കോളേജിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജനാണ് കുട്ടികൾക്ക് ക്ലാസുകൾ നയിച്ചിരുന്നത്. നിരവധി കുട്ടികളാണ് പാലിയേറ്റീവ് കെയർ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത്. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. കോഡ് ജംഗ്ഷൻ, നെടുങ്കണ്ടം. കുട്ടികൾ ആരെങ്കിലും പാലിയേറ്റീവ് കെയർ സേവനം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങളെല്ലാവരും തയ്യാറാണ് എന്ന മറുപടിയായിരുന്നു സദസ്സിൽ നിന്ന് കിട്ടിയത്. ഫോറൻസിക് സർജൻ അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഊഷ്മള പ്രതികരണം ലഭിച്ചത്. നെടുങ്കണ്ടം കോപ്പറേറ്റീവ് കോളേജിലെ പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു കുട്ടികളുടെ ഈ ഏറെ സന്തോഷം നിറയ്ക്കുന്ന പ്രതികരണം. നെടുങ്കണ്ടം കോപ്പറേറ്റീവ് കോളേജിൻ്റെയും സ്വരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പാലിയേറ്റീവ് കെയർ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. കോളേജ് പ്രസിഡന്റ് KS രാധാകൃഷ്ണനാണ് അധ്യക്ഷത വഹിച്ചിരുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ VK പ്രശാന്ത് ആയിരുന്നു കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു കൊടുത്തത്. ആവറേജ് അല്ലേ, നമുക്ക് കേരളത്തിലെ ഏറ്റവും തമിഴ്നാടിനേക്കാളും ആന്ധ്രയെക്കാളും ഒക്കെ കൂടുതൽ കേരളത്തിൽ ആയുസിന്റെ ദൈർഘ്യം ഉണ്ട് അല്ലെ, പ്രായമുള്ളവർ. അതെന്താ കാരണം വെച്ചാൽ ഒന്നുകിൽ നല്ല ട്രീറ്റ്മെന്റ് അല്ലേ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാവരും ആശുപത്രിയിൽ പോകുന്നുണ്ട്. ചെറിയ ഒരു തലവേദന അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നാൽ പെട്ടെന്ന് അതിനകത്ത് എല്ലാം നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിൽ കൂടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പണ്ട് ഞാൻ അനവധി വർക്ക് ചെയ്യപ്പോൾ ഒരു ജില്ലയിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിന്റെ സ്ഥലമേ ഉള്ളൂ. ഇന്നും പഞ്ചായത്ത് തോറും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു താലൂക്കിൽ തന്നെ ഉണ്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സംവിധാനം. അപ്പൊ നമ്മളുടെ രോഗം എന്താ പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഒരുപാട് മുന്നേറി. അതുകൊണ്ടാണ് നമുക്ക് ആയുർദൈർഘ്യം കൂടി വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് കിടപ്പ് രോഗികളുടെ എണ്ണവും കിടപ്പ് രോഗികൾ കൂടുതലായിട്ട് ഏതാ കാരണം പണ്ട് നമ്മൾ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാത്രം വരുന്നത്. അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ക്യാൻസർ മാത്രമേ ഉള്ളൂ പാലിയേറ്റീവ് പേഷ്യന്റ്. നമ്മൾ ആരും തുടങ്ങിയപ്പോഴും ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ക്യാൻസർ രോഗികളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, വേറെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ. നെടുങ്കണ്ടം സ്വരുമ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി VJ ജോസഫ്, സെക്രട്ടറി ബിനു വരിക്കാണി, വോളണ്ടിയേഴ്സായ ഡെഫിൻ ബിനോ, ലൈജു ഫിലിപ്പ്, നഴ്സിംഗ് അസിസ്റ്റന്റ് സന്ധ്യ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു. യോഗത്തിൽ സാജൻ മാർക്കോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ശരചന്ദ്ര മേനോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെടുങ്കണ്ടം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? വെള്ളം ഒന്ന് കുടിച്ച്, വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. കോഡ് ജംഗ്ഷൻ, നെടുങ്കണ്ടം.